പ്രിയ സുഹൃത്തെ, ഒരിക്കൽ വളരെ സമ്പന്നരായിരുന്ന കുടുംബം. എന്നാൽ അടുത്ത തലമുറകൾ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ നിരവധി കുടുംബങ്ങളെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ അവർക്ക് വരുന്നു? ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് പ്രിക്കോഷനാണ് നമ്മൾ എടുക്കേണ്ടത്? വെൽത്ത് ക്രിയേഷനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെൽത്ത് പ്രൊട്ടക്ഷൻ. അത് നമുക്ക് എങ്ങനെ മികച്ച രീതിയിൽ ചെയ്യാം എന്നതിനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയി ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസ് ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന് പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ ഒരു എന്നെ അനുഭവിച്ച ഡേവിഡ് നന്ദി. നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന നിരവധി കുടുംബങ്ങളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു സമയത്ത് വളരെ സമ്പന്നരായിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള നിരവധി ഫാമിലികളെ കാണാൻ സാധിക്കും. അതായത് ഒരു 15 അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ അവർക്ക് വളരെയധികം ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ വന്ന കാലഘട്ടം നോക്കിക്കഴിയുമ്പോൾ ഇവരുടെ പക്കൽ ഈ പറഞ്ഞ ഭൂസ്വത്തിന്റെ ഏകദേശം ഒരു 95% അല്ലെങ്കിൽ 100% നഷ്ടപ്പെട്ട നിരവധി വ്യക്തികളെ എനിക്കറിയാം. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള നിരവധി കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ തുമ്പിച്ചന്റെ ജോസിച്ചന്റെ ലൈഫിലേക്ക് തന്നെ നമ്മൾ നോക്കാം. അതായത് ഇവിടെ നമ്മുടെ ഇത് തൊമ്മിച്ചന്റെ ഒരു ഫാമാണ്. ഈ തൊമ്മിച്ചൻ ജോസിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് കൃഷിക്കാരാണ്. അപ്പൊ ഈ തൊമ്മിച്ചനും ജോസിച്ചനും ഇപ്പൊ 2 ഫാമുകളുണ്ട്. ഇത് തൊമ്മിച്ചന്റെ ഫാമാണ്, ഇത് നമ്മുടെ ജോസിച്ചന്റെ ഫാമാണ്. അപ്പൊ ഇവിടെ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ഇവര് കുറെ താറാവിനെ ഇവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും അവരൊരു സമയത്ത് ഇവര് ഏൺ ചെയ്ത പൈസ ഉപയോഗിച്ച് ഇവര് കുറെ താറാവിനെ ഇവര് വാങ്ങിയിട്ടു. കുറെ നാളുകൾ കഴിഞ്ഞ സമയത്ത് ഇവര് രണ്ടുപേരും ഫാമിൽ നിറച്ച് താറാവായി. പക്ഷെ ഈ തൊമ്മിച്ചൻ എൻ്റെ ഫാമിലുള്ള താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊമ്മിച്ചൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ താറാവിനെ വാങ്ങുന്നത്. അതായത് തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ ഈ ഒരു ഫാമിലേക്ക് ഒരു താറാവിനെ മേടിക്കണമെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് മുട്ട കിട്ടണം. അത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഇദ്ദേഹം എൻഷുർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു ലാഭം കിട്ടണം. അതേ രീതിയിലുള്ള താറാവുകളെ മാത്രമേ തൊമ്മിച്ചൻ വാങ്ങിയിട്ടുള്ളൂ. അതേസമയം ജോസിച്ചൻ താറാവിനെ കൂട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറെ താറാവിനെ വാങ്ങിക്കൂട്ടി. എന്നാൽ അതിൽ നിന്ന് മുട്ട കിട്ടുമോ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. അവിടെ ഒരു വില കുറച്ച് ഒരു താറാവിനെ കിട്ടും എന്ന് കണ്ടപ്പോൾ ആ താറാവിനെ വാങ്ങി കൊണ്ടുവന്ന് ഇട്ടു എന്നല്ലാതെ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടോ എന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ കുറെ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ തൊമ്മിച്ചന്റെ ജോസിച്ചന്റെ ഫാം നോക്കിയപ്പോൾ ഇവിടെ തൊമ്മിച്ചന്റെ ഫാമിലുള്ള ഏകദേശം ഒരു 90% താറാവുകളിൽ നിന്നും തൊമ്മിച്ചന് മുട്ട കിട്ടുന്നുണ്ട്. അതായത് ഇതെല്ലാം നല്ല രീതിയിൽ മുട്ട തരുന്ന പിടത്താറാവുകളാണ് തൊമ്മിച്ചൻ മേടിച്ചിട്ടിരുന്നത്. എന്നാൽ ജോസിച്ചന്റെ ഫാമിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ജോസിച്ചന്റെ ഫാമിൽ തൊമ്മിച്ചന്റെ ഫാമിലുള്ളതിനേക്കാൾ കൂടുതൽ താറാവുണ്ട്. പക്ഷെ ഇവിടെ ഏകദേശം ഒരു 95% താറാവുകളും പൂവൻ താറാവുകളാണ്. ഇനി ആകെ 5% പെടത്താറാവ് മാത്രമേ ഉള്ളൂ. അതിലും ആകെ ഇപ്പോ 1-2 താറാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട തരാനുള്ള കാലാവധിയൊക്കെ കഴിഞ്ഞു പോയ താറാവുകളാണ്. അപ്പൊ അദ്ദേഹത്തെ താറാവിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്. അപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ തുടക്കം മുതൽ അദ്ദേഹം ഫോളോ ചെയ്ത ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വൺസ് ഇതിലേക്ക് ഒരു താറാവിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ കൊല്ലില്ല, അതിനെ വിൽക്കയില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ഈ മുട്ട ഉപയോഗിച്ച് കിട്ടുന്ന ലാഭം മാത്രമേ ഇദ്ദേഹം എടുക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഏതെങ്കിലും ഒരു താറാവ് നിന്ന് ലഭിക്കുന്ന മുട്ടയുടെ എണ്ണം കുറഞ്ഞു, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിനെ മാറ്റിയിട്ട് വേറെ താറാവിനെ ഈ ഫാമിലേക്ക് ആഡ് ചെയ്യും. അതായത് ഷഫിൾ ചെയ്യും ചില സമയത്ത്. അല്ലാതെ വൺസ് ഇദ്ദേഹം ഈ ഒരു ഫാമിലേക്ക് താറാവിനെ വാങ്ങിയിട്ടാൽ ഇദ്ദേഹം ഒരിക്കലും വിൽക്കുകയില്ല, പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെ കൊല്ലുകയില്ല. അതേസമയം
ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 90% താറാവുകളും ഈ പിടത്താറാവ് അതിൽ നിന്ന് മുട്ട കിട്ടുന്നതുകൊണ്ട് ആവശ്യത്തിലധികം മുട്ടകൾ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ആ മുട്ട ഉപയോഗിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ട് അദ്ദേഹത്തിന്റെ ചെലവിനുള്ള തുക ഇദ്ദേഹത്തിന് കണ്ടെത്താൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ എമൗണ്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ലാഭം ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം വീണ്ടും താറാവിനെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ജോസിച്ചന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആകെ വല്ലപ്പോഴും ഒരു 1-2 മുട്ട മാത്രം കിട്ടണം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇദ്ദേഹം എന്ത് ചെയ്തു, ഓരോ സമയത്തും ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ താറാവിനെ ഒന്നുകിൽ വിൽക്കും അല്ലെങ്കിൽ കൊല്ലും. ഈ ഒരവസ്ഥ ചെയ്തുകൊണ്ടിരുന്നു വെച്ചു. അപ്പൊ നമ്മുടെ തൊമ്മിച്ചൻ മക്കളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഫാം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മുട്ട തരുന്ന താറാവുകളാണ് ഈ പറഞ്ഞ ഫാമിലുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും അത് വിൽക്കരുത്, കൊല്ലരുത്. നിങ്ങൾക്ക് അതിൻ്റെ മുട്ട ഉപയോഗിച്ച് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. അതേസമയം ജോസിച്ചന്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ച് ജോസിച്ചൻ ഓരോ സമയവും ഈ താറാവിനെ കൊന്നു ജീവിക്കുന്ന അല്ലെങ്കിൽ വിറ്റ് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തടുത്ത തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോസിച്ചന്റെ കാലാവധി കഴിഞ്ഞ് അടുത്ത തലമുറ വരുന്ന സമയത്ത് അവരും ഈ താറാവിനെ വിറ്റ് ജീവിക്കുന്ന ഒരു ശീലം തുടർന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫാമിൽ ഒരു താറാവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അതേസമയം ഇവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് അദ്ദേഹം ഇതിൽ നിന്ന് ഒരു താറാവിനെ വിൽക്കുന്നില്ല. ഇദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വീണ്ടും നല്ല രീതിയിൽ മുട്ട കിട്ടുന്ന താറാവുകളെ വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ മക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾ വന്ന സമയത്ത് മക്കളും തൊമ്മിച്ചൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് അതേ രീതിയിൽ തന്നെ. പിന്നെ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും താറാവിനെ കൊല്ലരുത്, വിൽക്കരുത്. നിങ്ങൾക്ക് വേണേൽ ഷഫിൾ ചെയ്യാം. അപ്പൊ ഈ താറാവ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്, ഇതിപ്പോ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, ഇത് ഗോൾഡ് ആയിരിക്കാം, ഇത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, ഇത് ഷെയർ ആയിരിക്കാം, അങ്ങനെയുള്ള പല പല അസറ്റുകളാണ്. അപ്പൊ വൺസ് ഇപ്പൊ ഈ ഒരു മാസം ഇദ്ദേഹം 1 ലക്ഷം രൂപ താറാവ് ഫാമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പാടില്ല. ഇതിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നോ അത് വേണമെങ്കിൽ ചെലവഴിക്കാം. ഇതാണ് തൊമ്പിച്ചന്റെ ഫോർമുല. അതേസമയം ജോസിച്ചനെ സംബന്ധിച്ച് ഈ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, അത് മേടിച്ച് താറാവിന് മേടിച്ചു. പക്ഷെ നാളെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ആ താറാവിനെ കൊല്ലുക എന്നതാണ്, ആ താറാവിനെ കൊന്ന് ജീവിക്കുക എന്നതാണ് ജോസിച്ചന്റെ ഫോർമുല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജനറേഷൻ, അതായത് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് തകർന്ന് തരിപ്പണമാകാത്ത രീതിയിൽ ഒരു വെൽത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരു വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളാണ്, ഒരു കാരണവശാലും ഈ ഫാമിലേക്ക് താറാവിനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താറാവിനെ വിൽക്കാനും പാടില്ല, കൊല്ലാനും പാടില്ല. മുട്ട മാത്രം ഉപയോഗിച്ച് ജീവിക്കണം. എന്തെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് മുട്ട കിട്ടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ താറാവിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ താറാവിനെ ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യണം. ഈ ഒരു പ്രിൻസിപ്പിള് ഇപ്പൊ നമ്മളെ അടുത്ത തലമുറകളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെൽത്ത് ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. അതേസമയം ഈ കൊന്ന് ജീവിക്കുന്ന ഈ ഒരു ശീലമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടാണ് നമ്മളെ മക്കൾ വളരുന്നത്. അവരെന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ ജോസിച്ചന്റെ ഫാമിലിയിൽ ഉണ്ടായതുപോലെ അവരും ഇത് കൊന്നു ജീവിക്കാൻ ശീലിക്കും. ഏറ്റവും അവസാനം ഒരു സർട്ടൻ ലെവലെത്തുന്ന സമയത്ത് ഈ ഫാമിന്റെ ഉള്ളിൽ ഒരു താറാവും ഇല്ലാത്ത ഒരു അവസ്ഥ വരും. ഈ ഫാം മൊത്തം വെറും കാലിയായിട്ടുള്ള ഒരു ഫാമായിട്ട് വരും. ഇപ്പൊ നമ്മൾ ചുറ്റുവട്ടത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നിരവധി കുടുംബങ്ങൾ ഇങ്ങനത്തെ അതായത് ഒരു സമയത്ത് നിറച്ച് താറാവ് ഉണ്ടായിരുന്നു, നിറച്ച് ആസ്തി ഉണ്ടായിരുന്നു, ഇന്ന് ഒന്നുമില്ലാത്ത ഈ ഒരു വട്ടപൂജ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ ഫോളോ ചെയ്യുന്ന ഈ ഒരു പ്രിൻസിപ്പിളാണ്. ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ
താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു ഇന്നിപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി, അതായത് ഒരു 95% ആളുകൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. താറാവിനെ കൊന്ന് ജീവിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ജോസിച്ചിന്റെ ജീവിതത്തിൽ വന്ന അവസ്ഥ. അതും മാറി ഈ ഒരു അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിക്ഷേപ സംബന്ധമായ ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.